ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 10 ലോക കഞ്ഞി ദിനം. കഞ്ഞി ദിനമോ? കഞ്ഞിക്ക് അതിനെന്ത് ഇത്ര പ്രത്യേകത എന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വിശേഷതകളുമുണ്ട്. കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഉദാഹരണത്തിന്, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പേഷ്യൻറ്റിൻ്റെ വീട്ടുകാരോട് പറയുന്നത് പേഷ്യൻറ്റിന് കഞ്ഞി കൊടുത്തോളൂ എന്നാണ്, അല്ലേ? അല്ലാതെ പൊറോട്ട ഇറച്ചിയും കൊടുക്കാനാണോ പറയുന്നത്? അതോ കുഴിമന്തി കൊടുക്കാനാണോ പറയുന്നത്? അല്ല, കഞ്ഞി കൊടുക്കാനാണ് പറയുന്നത്, അല്ലേ? അതുപോലെ വയറിനൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ വീട്ടിൽ തന്നെ കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. ഈ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ, ഇവിടൊക്കെ ഒരുമാതിരിപ്പെട്ട വിശേഷങ്ങൾക്കൊക്കെ കൂടുതലും കഞ്ഞിയാണ് കൊടുക്കുന്നത്. കഞ്ഞി പയറ്, കഞ്ഞി അസ്ത്രം, കഞ്ഞി കപ്പ, കഞ്ഞി മുതിര, അല്ലേ? ഇപ്പോൾ അത് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട റോഡുകളെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കഞ്ഞി കപ്പ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബോർഡുകൾ കാണാം. പഴങ്കഞ്ഞി, കഞ്ഞി, അല്ലേ? അപ്പം കഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതകളില്ലേ? കഞ്ഞിക്കൊരു ഹീലിംഗ് പവറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവർ എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം കഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ 3-ന് 6 നേരം കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിട്ടും കഞ്ഞിയേ കഴിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചില കഞ്ഞികളുണ്ട്. അവരോടല്ല, ഓക്കെ? അപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ 10 ഇന്ന് കഞ്ഞി ദിനമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ജെബിൻ മാവേലിക്കര. താങ്ക്